സംസ്ഥാനത്ത് അതിശക്തമായ മഴ തുടരുന്നുണ്ട്. ഇന്ന് 2 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ്. ഒപ്പം തന്നെ ഇടുക്കിയിലും ശക്തമായ മഴ ഇപ്പോഴും തുടരുന്ന സാഹചര്യമുണ്ട്. കോട്ടയത്ത് മഴയെ തുടർന്ന് പ്രൊഫഷണൽ കോളേജുകളടക്കം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ പക്ഷിപരിപാലന മൃഗസംരക്ഷണ മേഖലയെ ബാധിച്ചിട്ടുള്ള ഒരു വലിയ പ്രതിസന്ധി പക്ഷിപ്പനി രോഗബാധ. അതിനെക്കുറിച്ച് പഠിക്കാൻ നിയോഗിച്ച വിദഗ്ധ സംഘം ഇന്ന് ജില്ലകളിൽ പരിശോധനയും നടത്തുന്നുണ്ട്. ഇതിലേക്ക് വിവരങ്ങൾ നൽകാൻ ശാലിനി തുടരുന്നുണ്ട്. ശാലിനി, മഴയാണല്ലോ രാവിലെ തന്നെ. മാത്രമല്ല കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ മഴ ഇങ്ങനെ തുടരുകയാണ്. ഈ മഴ മുന്നറിയിപ്പുകൾ എന്തൊക്കെയുണ്ട്, ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഒപ്പം തന്നെ കോട്ടയത്തെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കൊക്കെ അവധിയൊക്കെ പ്രഖ്യാപിച്ച സാഹചര്യമുണ്ട്. എങ്ങനെ നോക്കിക്കാണാം മഴയുടെ സാഹചര്യം ശാലിനി? ലക്ഷ്മി സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് ശക്തമായ മഴയാണ് സംസ്ഥാന വ്യാപകമായി ലഭ്യമായിക്കൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് മധ്യകേരളത്തിലും വടക്കൻ കേരളത്തിലുമാണ് മഴ അതിശക്തമായി പെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ന് 3 ജില്ലകൾക്കാണ് നിലവിലെ കാലാവസ്ഥാ വ്യതിയാനങ്ങളിലും ഒപ്പം തന്നെ കാലാവസ്ഥയിലും കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അലേർട്ടുകൾ നൽകിയിട്ടുള്ളത്. 2 ജില്ലകൾക്കാണ്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകൾക്കാണ് ഇന്ന് ഓറഞ്ച് അലർട്ട് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുള്ളത്. തിരുവനന്തപുരം മുതൽ മറ്റ് ജില്ലകൾക്ക്, അതായത് തിരുവനന്തപുരം മുതൽ കോട്ടയം വരെയുള്ള ജില്ലകൾക്ക് നിലവിൽ അലേർട്ടുകൾ ഇല്ല എങ്കിൽ പോലും ശക്തമായ മഴ ലഭ്യമാകുന്നുണ്ട്. എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകൾക്കാണ് യെല്ലോ അലർട്ട് ജാഗ്രതാ നിർദ്ദേശം കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഈ മണിക്കൂറിൽ നൽകിയിട്ടുള്ളത്. പക്ഷേ വരും മണിക്കൂറുകളിൽ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ അറിയിപ്പുകൾ വരാനുണ്ട്. അതിൽ മുന്നറിയിപ്പുകളിൽ മാറ്റം വരാനുള്ള സാധ്യതകളുമുണ്ട്. ലക്ഷ്മി സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് അതിശക്തമായ മഴ ലഭ്യമായതുകൊണ്ട് തന്നെ കോട്ടയം ജില്ലയിൽ ഇന്ന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. നിലവിലെ മുന്നറിയിപ്പിൽ കോട്ടയത്ത് അതിശക്തമായ മഴയ്ക്കുള്ള മുന്നറിയിപ്പില്ല എങ്കിൽ പോലും ജില്ലയിൽ ശക്തമായ മഴ ലഭ്യമാകുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. തിരുവനന്തപുരം ജില്ലയിലും നിലവിലെ അവരുടെ റിപ്പോർട്ട് പ്രകാരം മഴ മുന്നറിയിപ്പ് ഇല്ല. പക്ഷേ രാത്രി മുതൽ പെയ്ത മഴ പലയിടങ്ങളിലും നിന്ന് പെയ്യുന്നത് ശക്തമായ വെള്ളപ്പൊക്കത്തിനും വെള്ളക്കെട്ടിനുമൊക്കെ സാഹചര്യം ഒരുക്കുന്നുണ്ട് എന്നുള്ള സൂചനകൾ വിവിധ കോണുകളിൽ നിന്ന് ജില്ലയിൽ നിന്ന് വരികയാണ്. ജില്ലയുടെ കിഴക്കൻ മലയോര മേഖലകളിലാണ് അതിശക്തമായ മഴയും കാറ്റും ഇപ്പോൾ ലഭ്യമായിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കാലവർഷക്കാറ്റ് സംസ്ഥാനത്ത് അതിശക്തമാകുന്നു എന്നുള്ളതിന്റെ സൂചനകൾ കൂടിയാണ് ഈ മഴ ശക്തമാകുന്നതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം കാലവർഷം വീണ്ടും ശക്തി പ്രാപിക്കുകയാണ് എന്നുള്ളതാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ചൂണ്ടിക്കാണിക്കുന്നത്. ഒപ്പം തന്നെയാണ് ഈ സൊമാലിയൻ ജെറ്റ് സ്ട്രീം അത് സ്ട്രോങ് ആവുന്നതിന്റെ ഭാഗമായിട്ട് കൂടിയാണ് സംസ്ഥാനത്ത് ഇത്രയധികം ശക്തമായ മഴ ലഭ്യമാകുന്നത് എന്നുള്ളതാണ്. നിലവിലൊരു പ്രളയ സാധ്യത സംസ്ഥാനത്ത് നിലനിൽക്കുന്നില്ല എങ്കിൽ പോലും അത് മുന്നിൽ കണ്ടുകൊണ്ടുള്ള സാഹചര്യങ്ങൾ, ഒപ്പം തന്നെ അതിന് വേണ്ടിയിട്ടുള്ള മുന്നൊരുക്കങ്ങളൊക്കെ തന്നെയാണ് വിവിധ ജില്ലാ ഭരണകൂടങ്ങൾ, സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ഒക്കെ തന്നെ സ്വീകരിച്ചു വരികയും ചെയ്തിട്ടുള്ളത്. NDRFന്റെ സംഘമൊക്കെ തന്നെ കേരളത്തിലെ നിലവിലെ സാഹചര്യങ്ങളും ഈ വെള്ളക്കെട്ടും വെള്ളപ്പൊക്കവും ഒക്കെ തന്നെ നിരീക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. ഏതെങ്കിലും അടിയന്തര സാഹചര്യം വേണ്ടി വന്നാൽ തയ്യാറെടുപ്പുകളുമായിട്ടാണ് NDRFന്റെ സംഘം സംസ്ഥാനത്തിന്റെ നിലവിലെ സാഹചര്യത്തെ നിരീക്ഷിക്കുകയും ചെയ്തിട്ടുള്ളത്. എന്തായാലും ഈ നിലവിലെ സാഹചര്യത്തിൽ 10 മണിയോടുകൂടി വരുന്ന ബുള്ളറ്റിനിൽ കൂടുതൽ ജില്ലകൾക്ക് അലേർട്ടുകൾ മാറാനും ഒരുപക്ഷെ ഓറഞ്ച് അലേർട്ടുകൾ റെഡ് അലേർട്ടിലേക്ക് പോകാനുമുള്ള സാധ്യതകൾ കൂടി നമ്മൾ പ്രവചിക്കുകയും കാണുകയും ചെയ്യുന്ന സാഹചര്യം നിൽക്കുന്നത്.